അമേരിക്കൻ മീച്ചൽ എന്ന് പറയുന്ന 38-കാരി വീട് ഒയ്യാൻ വന്നിട്ട് വീട് ഒയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് എന്ന് പറയുന്ന ഒരാൾ നേരെ കൊണ്ടുപോയി കോർട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ്. കേസ് കൊടുത്തതിന് ശേഷം അവിടെ നിന്നും ഒയ്യാനുള്ള ഉത്തരവും കാര്യങ്ങളും ലഭിക്കുകയാണ്. ലഭിച്ചിട്ട് മീച്ചലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹം പിന്നീടും കോർട്ടിലോട്ട് പോവുകയാണ്. കോർട്ടിൽ പോയ ഉടനെ തന്നെ കോർട്ടൊരു വിധി വിധിച്ചു. എന്നിട്ട് പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്നും പോയിട്ട് അവരെ മുഴുവൻ സാധനങ്ങൾ അവിടെ നിന്നും ഇറക്കി വെച്ച് അവിടെ നിന്നും ഒഴിപ്പിക്കണമെന്ന് കോടതി ഒരു ഉത്തരവ് ഇടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ പോലീസുകാർ പോയി നോക്കുന്ന ടൈമിന് ആ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. വാതിൽ തുറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒന്നും പ്രശ്നമില്ല, വാതിൽ നിങ്ങൾ ചവിട്ടി പൊളിച്ചു എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വാതിൽ ചവിട്ടി പൊളിച്ചതിന് ശേഷം അകത്തോട്ട് കയറി നോക്കുമ്പോൾ കണ്ടത് മുഴുവൻ സാധനങ്ങളും അവിടെ വലിച്ചു വാരി വെറുതെയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ടിൽ വന്ന ഫ്രൂട്ടും കാര്യങ്ങളൊക്കെയായിരുന്നു അവിടെ കാണാൻ വേണ്ടത്. എല്ലാ സാധനങ്ങളും പോലീസുകാർ പുറത്തോട്ട് എടുത്ത് വെക്കുകയാണ്. പിന്നീട് നോക്കുമ്പോൾ 2 ഫ്രീസർ കാണുകയാണ്. ആ 2 ഫ്രീസർ നോക്കുമ്പോൾ വലിയ കനവാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഫ്രീസർ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഐസിൻ്റെ അടിയിൽ ഒരു കറുത്ത പാക്കറ്റ് കാണാൻ. പോലീസ് അതിൽ ഐസ് പൊട്ടിച്ചിട്ട് ആ പാക്കറ്റ് എന്താണെന്ന് നോക്കുകയാണ്. ആ പാക്കറ്റ് തുറന്ന് നോക്കിയപ്പോഴാണ് ഇവർ അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പോയത്. അതൊരു പെൺകുട്ടിയുടെ ശവശരീരമായിരുന്നു. അതിനുശേഷം അപ്പുറത്തെ ഫ്രീസർ പൊടിച്ചു നോക്കുന്ന ടൈമിലാണ് കാണാൻ ഇതൊരു ആൺകുട്ടിയുടെ ശവശരീരമാണ് എന്ന്. പെട്ടെന്ന് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചിട്ട് നേരെ ആ സ്ഥലത്തോട്ട് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നതിന് ശേഷം ഈ ബോഡി രണ്ടും നേരെ പോസ്റ്റ്മോർട്ടം അയക്കുന്നുണ്ട്. അതിനുശേഷം ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ വരികയാണ്. ആൺകുട്ടിക്ക് തലയിലുണ്ടായ മുറിവും കാര്യങ്ങളും കൊണ്ടാണ് മരണപ്പെട്ടത്. പെൺകുട്ടിയെ നോക്കുകയാണെങ്കിൽ പട്ടിണിക്ക് കിടന്നുകൊണ്ടാണ് മരണപ്പെട്ടത്. ഭക്ഷണം അതുപോലെ തന്നെ വെള്ളം കാര്യങ്ങളൊന്നും കിട്ടാതെയാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടത്. ഏകദേശം ആൺകുട്ടി മരണപ്പെട്ടിട്ട് 3 വർഷമായി. പെൺകുട്ടി മരണപ്പെട്ടിട്ട് 1.5 വർഷവുമാണ് കഴിഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ നോക്കിയാണ്. ഇവിടെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം വെച്ച് അന്വേഷിക്കുന്ന ടൈമിലായിരുന്നു ഇവളെ കിട്ടിയത്. ഇവളെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന്. പെട്ടെന്ന് തന്നെ പോലീസുകാർ നേരെ അങ്ങോട്ട് പോയിട്ട് ഇവളെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിലാണ് ഇവളൊരു കാര്യം കണ്ടത്. അതായത് മൂത്ത കുട്ടി ഒരു വികൃതി കാണിച്ചു, അത് ഇളയ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവനെ അടിക്കുകയും പിന്നീട് ഇവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ധാരാളം ടൈം മർദ്ദിക്കാണ്. ഇവനെ മർദ്ദനം സഹിക്കാൻ വയ്യാതെ മുന്നിൽ ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ്റെ തലയിൽ ഊട്ടി ഇവർ ചൂടുവെള്ളം പാരുകയാണ്. അവിടെ മുഴുവൻ പൊള്ളിയിട്ട് വെള്ളം നീക്കലും ഒഴിവാക്കുകയാണ്. പെട്ടെന്ന് തന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് ഇവനെ കുത്തിയിടുകയാണ്. ഏകദേശം 20 ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാതെ അവ പട്ടിണിക്ക് വന്നാൽ മരണപ്പെടുകയാണ്. മരണപ്പെട്ടതിന് ശേഷം ഇവരെ നേരെ കൊണ്ടുപോയിട്ട് ഫ്രീസറിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിലൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് കറുത്ത പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് ആ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായ 3 മക്കളെ വിളിച്ചിട്ട് ഇവരൊരു കാര്യം പറയുകയാണ്, നിങ്ങളിത് നോക്കിയോ, നിങ്ങൾ ഇത് ആരുടെയും പുറത്ത് പറഞ്ഞിട്ട് നിങ്ങളെ 3 പേരും കൊന്നിട്ട് ഇതേപോലെ ഞാൻ ചെയ്തു വെക്കുമെന്ന് പറയുന്നത്. 3 പേരും ഭയന്നും കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കൊലപാതകം ചെയ്തത് ഇവിടെ 2 വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 വിവാഹം കഴിച്ചതിൽ ആദ്യ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട്. ആദ്യ വിവാഹത്തിലുള്ള മൂത്ത കുഞ്ഞിനെയാണ് ഇവിടെ ആ കൊലപാതകം ചെയ്തത്. പിന്നീട് കുറച്ച് 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പറയുകയാണ്, രണ്ടാമത്തെ വിവാഹത്തിലുണ്ടായ ആ പെൺകുട്ടിക്കും ഈ വികൃതിയിൽ പങ്കിട്ട് എന്ന് പറയുകയാണ്. ഇത് ഇവളെ ദേഷ്യം പിടിപ്പിച്ചതിന് ശേഷം ഇവളെ നേരെ കൊണ്ടുപോയിട്ട് ആ റൂമിലിട്ട് കുത്തിയിടുകയാണ്. കുത്തിയിട്ടിട്ട് അവളെ 3 ആഴ്ച പട്ടിണിക്കിട്ട് കൊലപാതകം ചെയ്യുകയാണ്. പട്ടിണിക്കിട്ട് കൊലപാതകം ചെയ്തതിന് ശേഷം നേരെ കൊണ്ടുപോയിട്ട് വേറൊരു ഫ്രീസർ വാങ്ങിച്ചിട്ട് ആ ഫ്രീസറിനകത്ത് ഇവളെ ഒരു കറുത്ത പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് ആ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ 2 മക്കളെ നിർത്തി ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളിത് ഓർത്തോ, ഇത് നിങ്ങൾ ആരുടെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളെ 2 പേരും അവസ്ഥ ഇതാണ് എന്ന് പറയുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസുകാർക്ക് ഇവളെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം മനസ്സിലാക്കുക. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മനസ്സിലാക്കുകയാണ് ഇത് തന്നെയാണ് എന്ന് പോലീസുകാർ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായില്ല. എന്തെങ്കിലും ഒരു വിജയം ചെയ്തതിൻ്റെ പേരിൽ 2 കുട്ടികളും കൊലപാതകം ചെയ്യുമെന്ന് പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടായില്ല. ബാക്കിയുള്ള 2 മക്കൾ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. ബാക്കിയുള്ള 2 മക്കളും അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന രീതിയിലൊക്കെ ഇവിടെ പറയുകയാണ്. പിന്നീട് അവിടെയുള്ള നാട്ടുകാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടായ മക്കൾ 2 പേരും എവിടെയാണെന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ച് ചോദിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങളിങ്ങനെ വീട്ടിൽ വരുന്ന ടൈമിൽ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ ആ 2 പേരും മുത്തശ്ശിയുടെ വീട്ടിലാണ് എന്നായിരുന്നു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഹസ്ബൻഡ് കാണാൻ വരുന്ന ടൈമിന് മക്കളെ കാണാൻ വരുന്ന ടൈമിന് ഒരു കുട്ടീനെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കുട്ടി എവിടെയെങ്കിലും ചോദിച്ച ടൈമിന് ഇവിടെ പറഞ്ഞ കാര്യം അവൻ മുത്തശ്ശിയുടെ വീട്ടിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്നല്ലായിരുന്നു ഇവിടെ പറഞ്ഞത്. പെട്ടെന്ന് പിന്നെ ബാക്കിയുള്ള 2 കുട്ടികൾ എവിടെയാണ് എന്ന് അന്വേഷിച്ച് പോലീസുകാർ കണ്ടുപിടിക്കാനാണ്. ആദ്യ ഭർത്താവിനുണ്ടായ ഒരു കുട്ടിയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഭർത്താവിനുണ്ടായ ആ ചെറിയ കുട്ടീനെ തപ്പി കണ്ടുപിടിച്ചതിന് ശേഷം ഈ മക്കളെടുത്ത് ചോദിച്ചപ്പോൾ ഈ മക്കളൊന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 പേരും ശവം നേരെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളും തിരിഞ്ഞുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ്.
അമ്മ ഇങ്ങനെ കൊലപാതകം ചെയ്തിട്ട് ഞങ്ങളോട് ഇത് പുറത്താരത്തെയും പലക്കണം, ഞങ്ങളിങ്ങനെ കൊലപാതകം ചെയ്യുമെന്നായിരുന്നു അമ്മ പറഞ്ഞത്. അതിനുശേഷം ഇവളെ നേരെ കൊണ്ടുപോയി കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. കോർട്ടിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഇവൾ ഉപ്പില്ലാതെ ഈ പോലീസുകാരോട് പറഞ്ഞ കാര്യം ഇങ്ങനെ പറയുകയാണ്. പോലീസുകാർ പക്ഷേ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ വൃത്തിക്ക് 2 മക്കളെ പട്ടിണിക്ക് കൊലപാതകം ചെയ്യുക എന്ന കാര്യം പോലീസുകാർ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ജീവപര്യന്തമായിരുന്നു അന്ന് ആ കോടതി ഇവിടെ ജീവപര്യന്തമായിരുന്നു ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യുകയാണ്. ഇതുപോലുള്ള ക്രൈം സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു നല്ല വീഡിയോ